അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് പടർത്താറുണ്ടോ? നമ്മളറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോ ദുഃഖത്തിന് പിന്നിലും ഒരു നന്മയുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ആ നന്മ എന്ത് എന്ന് നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ദുഃഖവും സുഖവുമെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ തീരുമാനത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് എല്ലാ നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും കൃത്യമായി അറിയുന്ന അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണത്. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ തീരുമാനങ്ങളിൽ നിരാശപ്പെടുന്നവനല്ല ഒരു യഥാർത്ഥ മനുഷ്യൻ, ഒരു യഥാർത്ഥ വിശ്വാസി. നമുക്ക് അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങൾക്ക് പിന്നിൽ ഒരു ഹിക്മത്തുണ്ട്, അതിനൊരു ലക്ഷ്യമുണ്ട്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 216 പറയുന്നൊരു കാര്യമുണ്ട്. വഅസ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾ വെറുക്കുന്ന കാര്യം നിങ്ങൾക്ക് നന്മയായേക്കാം, അതേസമയം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് ഷർറുമായിരിക്കാം, തിന്മയുമായേക്കാം. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമുൻ. അള്ളാഹുവാണ് കാര്യങ്ങൾ നന്നായി അറിയുന്നത്, നിങ്ങളത് അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട ചിന്ത, ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ഇത് എന്നെ തകർക്കാനുള്ളതല്ല, എന്നെ കൂടുതൽ ബലമുള്ളതാക്കാൻ, ദൃഢബോധമുള്ളതാക്കുവാൻ വേണ്ടിയാണ് റബ്ബ് നൽകുന്ന ഈ പരീക്ഷണം. അള്ളാഹു എന്നോട് ഒരിക്കലും അതിക്രമം കാണിക്കുകയില്ല. ഇതിൻ്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. അത് നമുക്ക് അറിയാൻ, കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അതിനാൽ ദുഃഖങ്ങളിൽ പതറാതെ, നിരാശപ്പെടാതെ, ശക്തിയോടെ, കൂടുതൽ ഉത്സാഹത്തോടെ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമുക്ക് കഴിയണം. റബ്ബിലേക്ക് വിനയപ്പെട്ട് മടങ്ങിച്ചെല്ലാനാണ് ഓരോ ദുഃഖവും ഓരോ പരീക്ഷണവും നമ്മെ നയിക്കേണ്ടത്. ആ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ വിധിയോട് പൊരുത്തപ്പെട്ടുകൊണ്ട്, ക്ഷമയും തവക്കുലും നിലനിർത്തിക്കൊണ്ട്, ഒരിക്കലും ദുഃഖങ്ങളില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത ലോകത്തേക്ക് എത്തിപ്പെടുവാൻ, സ്വർഗലോകത്തെത്തിപ്പെടുവാൻ നാം പരിശ്രമിക്കുകയാണ് വേണ്ടത്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.